بسم الله الرحمن الرحيم أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا صدق الله العظيم وصدق وبلغ رسوله النبي الكريم نحن على ذلك من الشاهدين والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي السلام عليكم ورحمة الله وبركاته أفلا يتدبرون القرآن അവർ ഖുർആനിനെ കുറിച്ച് തദബ്ബുർ ചെയ്യുന്നില്ലേ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് സത്യത്തിൽ ഈ പുസ്തകം ഈ ഗ്രന്ഥം പടച്ചവനിൽ നിന്നല്ല അവതരിച്ചത് എങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ ആകെ പരസ്പരമുള്ള കോൺട്രഡിക്ഷൻ, പരസ്പരമുള്ള ഭിന്നതകൾ, പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ, വൈരുദ്ധ്യങ്ങൾ നിറയെ കാണാൻ കഴിയുമായിരുന്നു. ഒരിക്കലും അത് സംഭവിക്കുന്നില്ല, സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയില്ല എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൂറത്തു നിസായിൽ 82-ാമത്തെ വചനമാണ് ഇത്. അപ്പോൾ ഖുർആൻ ഈ ആയത്തിൽ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക എന്നതാണ്. അപ്പോൾ മാൻ ഈസ് എ റേഷണൽ ബീയിങ് എന്നാണ്. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത അവൻ ചിന്താശേഷിയുള്ള ജീവിയാണ്. സവിശേഷമായ അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിന്തിക്കുക എന്നതാണ്. അപ്പോൾ ഖുർആൻ അന്ധമായി നിങ്ങളിതിനെ അനുകരിക്കണം, നിങ്ങൾ അന്ധമായി ഇത് പരിഗണിക്കണം എന്നല്ല പറയുന്നത്. അവർക്ക് ഈ വേദഗ്രന്ഥം ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ലം യഖിറു അലൈഹ സുമ്മൻ വഉമ്യാന. ഇത് ഖുർആൻ്റെ ഗംഭീരമായ ഒരു ധൈര്യമാണ്. അവർ ഈ ഖുർആൻ വായിക്കുന്നു അല്ലെങ്കിൽ അവർ കേൾക്കുന്നു, അത് കേട്ട മാത്രയിൽ തന്നെ അവർ അന്ധരും ബധിരരുമായി ഇതിനെ സമീപിക്കില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇതൊരു വലിയ ത്രാണിയാണത്. ലം യഖിറു അലൈഹ സുമ്മൻ വ ഉമ്യാൻ. അതിനെക്കുറിച്ച് അവർ ശരിക്ക് ആലോചിക്കും. അള്ളാഹു പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരിക്കലും ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമാകാതെ കൃത്യമായ അറിവില്ലാതെ നിങ്ങൾ ഒരിക്കലും ഇതിനെ ഫോളോ ചെയ്യരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇതൊന്നും വെറുതെ തന്നിട്ടുള്ളതല്ല. ഈ ഓർഗൻസ്, നിങ്ങളുടെ ചെവി, അതിനെ നന്നായി നിങ്ങൾ ലിസൺ ചെയ്യണം. നിങ്ങളുടെ കണ്ണുകൊണ്ട് ശരിക്കും നിങ്ങൾ വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ നന്നായി ആലോചിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഒന്നിനെ ഫോളോ ചെയ്യാൻ എന്ന് അല്ലാഹു പറയുന്നു. ഇതൊരു വലിയ ഒരു ധൈര്യമാണ്, ഇതൊരു വലിയ ഒരു പവറാണ് ഖുർആൻ്റെ. അപ്പോൾ ഖുർആൻ്റെ ക്ലെയിംസ് ഓഫ് ഖുർആനുണ്ട്. ക്ലെയിംസ് എന്ന് പറയുന്നത് 4-5 കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. അതാണ് ഖുർആൻ്റെ ക്ലെയിംസ്. അതല്ലാതെ ഇത് മുഴുവൻ ശാസ്ത്രീയമാണ്, ഇതിൽ പറയുന്ന ഒരു കാര്യം ശാസ്ത്രത്തിന് വിരുദ്ധമല്ല എന്നൊന്നും ഖുർആൻ പറയുന്നില്ല. സയൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നിരീക്ഷണത്തിൻ്റെ ഫലമായി അവൻ താൽക്കാലികമായി എത്തിച്ചേർന്ന നിഗമനമാണ്. ഇത് ഇൻകംപ്ലീറ്റ് ആണ്. പണ്ട് സൂര്യനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ അതിൻ്റെ ചലനത്തെക്കുറിച്ചുള്ള അഭിപ്രായാന്തരങ്ങളുണ്ടായിരുന്നു. ഗലീലിയോ അതിനൊക്കെ എതിർക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് ഇന്നത്തെ പല ശാസ്ത്രം കണ്ടെത്തിയ പല കാര്യങ്ങളും നാളെ അശാസ്ത്രീയമാകാം. പല മരുന്ന് കമ്പനികളും ആ മരുന്ന് കഴിക്കരുത് എന്ന് പറയുന്നുണ്ടല്ലോ, നിരോധിക്കുന്നുണ്ടല്ലോ. അതാരെ കണ്ടെത്തുന്നത്? ശാസ്ത്രം കണ്ടെത്തുന്നതാണ്. പക്ഷെ അത് അപകടമാണ് എന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത്. അങ്ങനെ പിന്നീട് അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ അറിയുമ്പോഴാണ് അത് നിരോധിക്കുന്നത്. അങ്ങനെ നിരോധിക്കപ്പെട്ട ധാരാളം മരുന്നുകളുണ്ട്. അപ്പോൾ ശാസ്ത്രം പറയുന്നത് ശരിയാണ് എന്ന് ഖുർആൻ ഒരിക്കലും അവകാശവാദം ഉന്നയിക്കുന്നില്ല. പക്ഷെ ഖുർആനിൽ പറഞ്ഞ പല കാര്യങ്ങളും ശാസ്ത്രത്തോട് യോജിച്ചു വന്നിട്ടുണ്ട് എന്നത് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ മുമ്പ് മോറിസ് ബുക്കായിയെക്കുറിച്ചൊക്കെ പറഞ്ഞു, കീത്ത് മൂറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അവരൊക്കെ അത്ഭുതപ്പെടുകയും ഞെട്ടുകയും അലഖിനെക്കുറിച്ചും മുതുകത്തിനെക്കുറിച്ചൊക്കെ ഈ ഖുർആനിൽ ഇത്ര നേരത്തെ പറയുകയോ, അതൊക്കെ മൈക്രോസ്കോപ്പ് കണ്ടെത്തുന്നതിന് എത്രയോ മുമ്പ് സൂക്ഷ്മമാപിനികളില്ലാത്ത കാലത്ത് എങ്ങനെ ഇത് ഖുർആനിൽ വന്നു എന്നത്
അവരെ ഞെട്ടിപ്പിക്കുകയും മൗറിസ് ബുക്കായെ പോലുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പിടി ആളുകൾ, ശാസ്ത്ര രംഗത്തുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം ക്ലെയിംസ് ഓഫ് ഖുർആനാണ്. ഖുർആൻ പറയുന്ന ഒരു കാര്യതാണ് ലൗകാന മിൻ ഇൻദി ഗൈരില്ലാഹ്, ഇത് ദൈവികമല്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരു ഇഖ്തിലാഫ് എന്നല്ല, ധാരാളം വൈരുദ്ധ്യങ്ങൾ ഈ ഖുർആനിൽ കാണാം. അങ്ങനെ ഒന്ന് നിങ്ങൾ കാണിച്ചു തരൂ. വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ, മുൻ വേദഗ്രന്ഥങ്ങളിൽ പല വിധത്തിൽ ആ അർത്ഥത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കും. ഏകനായ ഈശ്വരനെ ആരാധിക്കാൻ പറയും, വേറെടുത്ത് അതല്ല പ്രവാചകന്മാരെക്കുറിച്ചും ഈശ്വര സങ്കല്പത്തെക്കുറിച്ചൊക്കെയുള്ള പലതും അതിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷെ ഖുർആൻ ആ ഗതികേടില്ല എന്നതാണ് ഖുർആൻ്റെ അവകാശവാദം. അപ്പോൾ ഇതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം ഇൻഇമിറ്റബിൾ എന്നതാണ്. ഖുർആൻ ഒരിക്കലും ഇതിന് ഇമിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് തുല്യമായ ഒന്നിനെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നതാണ്. കുല്ല ഇനിജ്തമഅത്തിൽ ഇൻസ് വൽ ജിൻ അലാ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, നിങ്ങൾ ജിന്നും ഇൻസും ഒരുമിച്ച് നിന്നാലും ഇത് പറ്റില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ അങ്ങനെ വാദിക്കുന്നുവെങ്കിൽ ഫഅതു ബിസൂറത്തിൻ, ഒരു ആയത്ത്, ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ എന്ന് അള്ളാഹു വെല്ലുവിളിക്കുന്നുണ്ട്. ഫഅതു ബിഅശരി സുവരിൻ മിസ്ലി, ഇതുപോലെ 10 സൂറത്തുകൾ എന്നൊക്കെ ഖുർആൻ അതിനെക്കുറിച്ച് വെല്ലുവിളിച്ചിട്ടുണ്ട്. ലോകത്ത് ഇന്നുവരെ ഖുർആന് തുല്യമായ മറ്റൊരു ഗ്രന്ഥം ആരും സമർപ്പിച്ചിട്ടില്ല. അങ്ങനെ സമർപ്പിക്കാൻ കഴിയില്ല എന്നതാണ് ഖുർആൻ പറയുന്നത്. അതാണ് ഖുർആൻ്റെ മറ്റൊരു അത്ഭുതകരമായ മുഅ്ജിസത്ത്. എത്രയോ സഹസ്രാബ്ദങ്ങൾ അല്ലേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം 1.5 സഹസ്രാബ്ദം പിന്നീടാണ് അതിന് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇന്നുവരെ ആരുണ്ടായിട്ടില്ല എന്നാണ്. ഇതാണ് ഖുർആൻ്റെ ക്ലെയിം. ആ ക്ലെയിം ഏറ്റെടുക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നതാണ്. മറ്റൊന്ന് ഖുർആൻ പറയുന്നത് ഹുദല്ലിൽ മുത്തഖീൻ എന്നാണ്. മുത്തഖികൾക്ക് ഹിദായത്ത് കിട്ടും എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം മുത്തഖീങ്ങൾക്ക് ഹിദായത്ത് കിട്ടും എന്ന് ഖുർആൻ അവകാശവാദം പറയുകയും ഒരു മുത്തഖിക്ക് ഇതിൽ നിന്ന് ഹിദായത്ത് കിട്ടാതിരിക്കുകയും ചെയ്താൽ അതൊരു വൈരുദ്ധ്യമാണ്, അത് ക്ലെയിമിന് വിരുദ്ധമാണ്. പക്ഷെ അങ്ങനെയല്ല, മുത്തഖീങ്ങൾക്ക് ഇതിൽ നിന്ന് ഹുദ ലഭിച്ചിരിക്കും. അതുകൊണ്ട് ഒരാൾ മുത്തഖിയാണോ അല്ലയോ എന്നറിയാനുള്ള മാനദണ്ഡം കൂടിയാണത്. മുത്തഖിയാകണമെങ്കിൽ ഈ വേദഗ്രന്ഥവുമായി ബന്ധപ്പെടണമെന്നാണ്. ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ ചിലരുണ്ട്, അവർ അള്ളാഹുവിൻ്റെ ആളുകളാണ്. ഹും അഹ്ലുൽ ഖുർആൻ, അത് അവർ ഖുർആൻ്റെ അഹ്ലുകാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിരന്തരമായി ഖുർആനിൽ ബന്ധപ്പെടുക എന്നതാണ്, ഖുർആൻ വായിക്കുക എന്നതാണ്, ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക എന്നതാണ്. നേരത്തെ ഓതിയ 52-ാമത്തെ സൂറത്തുൻ നിസായിലെ വചനത്തിൻ്റെ തുടക്കം അഫ്ലാ യതദബ്ബറൂനൽ ഖുർആൻ, ഈ തദബ്ബുർ, ഖുർആനെ കുറിച്ചുള്ള ഈ ഒരു ആലോചന, ഈ ഒരു ചിന്ത, ആയത്തുകളെക്കുറിച്ച്, അതിലെ ലഫ്ലുകളെക്കുറിച്ച്, അതിനെക്കുറിച്ചുള്ള ആലോചനകളും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുപോലെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു അവകാശവാദം, അത് മിനദ്ദുലുമാത്തി ഇലന്നൂർ, എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് അത് നയിക്കുന്നുള്ളതാണ്. അപ്പം മനുഷ്യൻ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാത്ത വിധത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. പല തരത്തിലുമുള്ള അറിവുകൾ നിറഞ്ഞ ഒരു കാലഘട്ടം, ഇൻഫർമേഷൻ ഓവർലോഡഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പകച്ചു നിൽക്കുകയാണ്, സ്ക്രോൾ ചെയ്ത് രോഗികളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പല വിധത്തിലും നമ്മൾ എങ്ങനെ മറികടക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു ക്ലാരിറ്റി ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവിടെയാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും ഇരുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് മനോഹരമായ പ്രകാശത്തിലേക്ക് ഈ വേദഗ്രന്ഥം വഴി നടത്തും എന്നതാണ് ഖുർആൻ്റെ മറ്റൊരു അവകാശവാദം. ഇതുപോലെ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു അവകാശവാദമുണ്ട്. അത് ഏകദേശം 5 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 6ാമത്തെ അവകാശവാദം വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ, ഈ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾ മനസ്സിന് ഭയങ്കര സമാധാനം ഉണ്ടാകുമെന്നതാണ്, ശിഫയുണ്ടാകുമെന്നതാണ്.
ഫീഹി ഷിഫാഉൻ, ഈ വേദഗ്രന്ഥത്തിൽ ശിഫയുണ്ട് എന്നത്. ഹുദൻ വമൗഇലത്തൻ, ഇതൊരു വഅലാണ്, ഇതൊരു ഉപദേശമാണ്. ഇത് നിങ്ങളുടെ മൈൻഡ് പവർ വർദ്ധിപ്പിക്കും, നിങ്ങളുടെ അസ്വസ്ഥ മാനസങ്ങൾക്ക് ശാന്തി പകരും, നിങ്ങൾക്കൊരു റിഥം ഓഫ് ലൈഫ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഖുർആൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഏത് പ്രതിസന്ധിയിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നബിക്ക് ആശ്വാസം ലഭിച്ചിരുന്നതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. പ്രവാചകൻ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി നേരെ നമസ്കാരത്തിലാണ് അഭയം തേടുക എന്നാണ്. നമസ്കാരത്തിലെ പ്രധാനപ്പെട്ട പണി എന്താണ്? ഈ ഖുർആൻ്റെ പാരായണമാണ്. ഈ പാരായണം വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. വീട്ടകത്തെ ഖുർആൻ പാരായണം, ലാ തജഅലു ബുയൂത്തക്കും മഖാബിർ, നിങ്ങൾ വീടുകളെ ഖബറുകളാക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് വീട്ടകത്ത് ഈ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഇൻറ്റേർണൽ ഹാർമണി വീട്ടകത്ത് മുഴുവൻ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു പ്രത്യേക ഒരു ബറക്കത്ത്, പ്രത്യേക റഹ്മത്ത് വീട്ടകത്ത് മുഴുവൻ ഉണ്ടാവും. അതുകൊണ്ട് ഉപ്പയും ഉമ്മയും മക്കളൊക്കെ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തണം. എൻ്റെ മോൾ ആലിമ എല്ലാ ദിവസവും, അവൾ 6th പഠിക്കുന്നത്, എല്ലാ ദിവസവും മഗ്‌രിബ് കഴിഞ്ഞാൽ ഖുർആൻ ഓതും, ഖുറേശ് ഓതും. എന്നിട്ട് അതിങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ അടയാളം വെക്കും. അങ്ങനെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണിച്ചൊരു അബ്ബാ അത് ഇത്ര എത്തിയെന്ന്. അങ്ങനെ ഓരോ കുട്ടികളും വീട്ടകത്ത് ഏറ്റവും നല്ല സമയമാണ് ഈ സമയം. നമ്മൾ മഗ്‌രിബിക്ക് ശേഷം ഖുർആൻ പാരായണം കൊണ്ട് തുടങ്ങുക എന്ന നമ്മുടെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്യൂ സ്പോട്ട് തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ ഒരു സന്ദർഭം, ഈ ഒരു സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കണം. ഇത് നിരന്തരമായി ഇത് കേട്ടിട്ട് പിന്നെ അതിനോടുള്ള ആ ഒരു അട്രാക്ഷൻ കുറഞ്ഞു പോകാൻ പാടില്ല. എല്ലാ ദിവസവും കേട്ട് ഇനി അത് മതി, ആവർത്തനമായി നിങ്ങളതിനെ നിസ്സാരമായിട്ട് കാണരുത്. ഇബ്ലീസ് നിങ്ങളെ വ്യതിചലിപ്പിക്കും, പല വിധത്തിൽ നിങ്ങളെ അശ്രദ്ധയിലാക്കും, പല വിധത്തിലും നിങ്ങളെ അതിൽ നിന്ന് തടയാനുള്ള പല ശ്രമങ്ങളും നടത്തും. ആ ശ്രമങ്ങളെയൊക്കെ മറികടന്ന് വളരെ ബോധപൂർവം നിങ്ങളെല്ലാ പണികളും മാറ്റിവെച്ച്, ഒരുപക്ഷെ നിങ്ങൾ പുറത്ത് ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി യാത്ര പോയിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടി നിങ്ങൾ ഓടി വന്ന് ഈ സമയത്ത് കുറച്ചു നേരം നിങ്ങളത് കേൾക്കുക. ഒരു 15 മിനിറ്റ് നിങ്ങൾ അതിന് മുന്നിലിരിക്കും. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച്, ഖുർആനെക്കുറിച്ച്, ഈ വേദഗ്രന്ഥത്തിൻ്റെ സൂക്ഷ്മമായ വശങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഈമാൻ കയറും. ആ വീട്ടകത്ത് മൊത്തം അതിൻ്റെ റഹ്മത്തും ബറക്കത്തും ഉണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ, അതുവഴി വീട്ടകത്ത് എല്ലാവിധ സന്തോഷവും സമാധാനവും ബറക്കത്തും നിറയാൻ ഒക്കെ നമ്മെല്ലാവരെയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.